എൻ്റെ പൊന്നോ, അടിപൊളി, ഒരു രക്ഷയില്ല. അല്ല, അടിപൊളി മസാല ചക്ലി. അപ്പം നമുക്കും ഈ ട്രെൻഡിനകത്ത് മസാല ചക്ലി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതൊക്കെ കേട്ടോ അതിന് വേണ്ട ഐറ്റംസ്. നമുക്കാദ്യം കാരക്കകളെല്ലാം കുരു കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെന്ന വയൽ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചക്ലി വീണ് പൊട്ടിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും, മക്കളുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. നമുക്ക് മുളക് പൊടി, കാരക്ക, ഉപ്പ്, ഒരു ഇത്തിരി വിനാഗിരി, അത്രയാണ് വേണ്ടത്. അപ്പോൾ കാരക്ക തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4-5 കാരക്ക മതി. പിന്നെ അതിലേക്ക് നമ്മളിതാ ഉപ്പ്, ഒരു തുള്ളി വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വിനാഗിരി ഒഴിച്ച് കുറച്ച് കൂടി പോയിട്ടുണ്ട്. പക്ഷെ വിനാഗിരി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു തുള്ളി വെള്ളം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി എല്ലാം കൂടി നല്ല അരഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലോണം അരഞ്ഞാലാണ് കേട്ടോ ചക്ലി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുക. ഞങ്ങൾ ചക്ലിക്ക് കുറച്ച് വലിപ്പം കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ചക്ലി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ ചക്ലിയും ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഞങ്ങൾ തിന്നു പോയിക്ക്. പിന്നെ ഞങ്ങൾക്ക് ഈ ഐഡിയ ഓർമ്മ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മുടെ ചക്ലി ഇങ്ങനെ പൊട്ടിച്ചിടാം. ഒരുപാടായാലും അവൻ ഇൻസ്റ്റഗ്രാമത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഞങ്ങൾക്കിത് ഓർമ്മ വന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന്. അപ്പം നമ്മളിതാ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലോണം മസാല മൊത്തത്തിൽ അങ്ങ് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ചക്ലി ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ചക്ലി ഇതാ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ടൈമിലൊക്കെ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അരവ അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, അടിപൊളി കേട്ടോ.